എന്തുടെ പ്രശ്നം? അടികൊള്ളാത്ത സൂക്കേട് തന്നെ. ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഇത്ര ദിവസം കാണാത്ത ഭാഗത്ത് നടക്കായിരുന്നു. അല്ല, ഞാൻ കണ്ടിട്ടുണ്ട്. എടോ, എനിക്ക് കണ്ണിന് കാഴ്ചയില്ല. അതെ. ആദ്യം കുറച്ച് കാണിച്ചു, പിന്നെ അവർ ഇപ്പുറത്ത് നോക്കുന്നു. അപ്പൊ ഞാൻ പെട്ടെന്ന് കണ്ണടച്ചു. ഒന്നും കാണുന്നില്ല. ഇല്ല, മുഴുവൻ ഇരുട്ട്. വീണ്ടും വീണ്ടും അടുത്ത് വന്നു. പിന്നെ വീണ്ടും വീണ്ടും അടുത്ത് വന്നു. അപ്പൊ എന്റെ കൂടെ ശൈത്യം ഉണ്ടായിരുന്നില്ല. പിന്നെ എന്താണ്, അതൊക്കെ തന്നെയാണ് ഞാൻ കണ്ടത്. ഞാൻ ഇത്രയും ദിവസം ഇവനൊരു ലൈഫ് ഉള്ളതാണ്, ഇവക്കൊരു ലൈഫ് ഉള്ളത് വിചാരിച്ചിട്ടാണ് ഞാൻ ഒന്നും മിണ്ടാതെ തുടങ്ങിയിട്ടുള്ളൂ. ഞാൻ വേണ്ടെന്ന് വെച്ചിരുന്നതാ. ഈ ജനങ്ങളോട് വിളിച്ച് പറയാൻ എനിക്ക് ഒരു പ്രശ്നമില്ല. പക്ഷെ രണ്ടുപേരുടെ ലൈഫ് വിചാരിച്ചിട്ട് മാത്രമാണ് ഞാൻ മിണ്ടാതിരുന്നത്. നീ എന്ത് തേങ്ങയാടി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. എന്റെ ബെഡിൽ വന്ന് കിടന്നാൽ നന്നായിട്ട് ഇവരെ ബെഡിലുള്ളത് എനിക്ക് നന്നായിട്ട് കാണാൻ. ഞാൻ കണ്ടതേ പറഞ്ഞുള്ളൂ. നിക്ക് മോനെ, നിക്ക്. കാണിക്കാൻ പാടില്ല കാര്യം നിങ്ങൾ കാണിച്ചത്. കാണിക്കരുത്. അനാവശ്യം പറയരുത്. ഫ്ലാഷ് ബാക്ക്. എന്റെ ദൈവമേ, നിന്റെ പരിപാടി തീർത്തു തരാടാ. നിന്നെ ഇവിടുന്ന് എന്നെ ഒഴിപ്പിച്ച് തരാടാ. ഷാജിയേട്ടാ, ഇവിടെ ശ്രദ്ധിച്ചു കേട്ടോ, എല്ലാം ശ്രദ്ധിച്ചു കേട്ടോ. ജിസേൽ ഇവിടെയാണ് കിടക്കുന്നതും ജിസേലിന്റെ തല ഇവിടെയും അവൻ തല ഇവിടെയും കുറെ ദിവസങ്ങളായി. സോറി, അതൊന്നും ഇവിടെ പറ്റില്ല. അവരുടെ ആവശ്യം തനിക്ക് അനാവശ്യമായിരിക്കും. പിന്നെ 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 ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയ ശേഷം രണ്ടും കൂടെ ഒരുമിച്ച് എന്തൊക്കെ സംസാരിച്ച് പോയി കിടക്കുന്നുണ്ട്. ജിസേൽ തല വെച്ച് കിടക്കുന്നുണ്ട്. എന്താ ഉറക്കം വരുന്നു. പിന്നെ ഞാൻ രണ്ടാമത്തെ ദിവസം ഞാൻ വീണ്ടും ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോ ആദ്യം ഒരുമിച്ചായിരുന്നു, പിന്നെ കുറച്ചും കൂടെ അടുത്തു. അതെനിക്കിഷ്ടമില്ല. എന്റെ റെന പിന്നെയാണ് കയറി വന്നത്. തന്നോട് മാത്രമല്ല ഈ നാട്ടിലുള്ള എല്ലാവരോടും ഞാൻ പറയുകയും ചെയ്യും. ഇനി ഒരു മൈക്കും ഒരു സൈക്കിളും എടുത്തോണ്ട് ഞാൻ ഇറങ്ങാൻ പോവാ. തന്നെയും തന്റെ മോളെയും ഈ നാട്ടിൽ ഈ നാരായണം നാറ്റിച്ചില്ലെങ്കിൽ തന്റെ പേര് തന്റെ പട്ടിക്ക് താനിട്ടു. അപ്പൊ എങ്ങനെയാ, ഇവിടൊക്കെ തന്നെ കാണുമല്ലോ അല്ലേ?